മധുരമുള്ള ശബ്ദം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടു. അപ്പോൾ ആരാണ് പാടുന്നതെന്ന് കേൾക്കാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പക്ഷേ പോയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു കുയിൽ പാടുമ്പോൾ എവിടെയാണ് ആ കുയിൽ, ഏത് കുയിലാണ് പാടുന്നതെന്ന് നോക്കാൻ പോയില്ലല്ലോ, നമ്മൾ ആ കുയിലിൻ്റെ പാട്ട് കേൾക്കലുള്ളൂ. അതേപോലെ ഞാൻ ആ പാട്ട് അവിടെ നിന്ന് കുറേ നേരം ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ് ചെയ്തതെന്ന്. അതെനിക്ക് വലിയൊരു സന്തോഷം തന്നൊരു അനുഭവമായിരുന്നു ബാലേന്ദ്രൻ ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറയണം, അങ്ങനെ ഞാൻ പാടിയിരുന്നു. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് മറ്റുള്ള ഒരു കാവ്യങ്ങൾ അല്ലെങ്കിൽ കവിതകൾ ആലപിക്കുന്ന പോലെ ഒരു പാട്ടുകാരിക്ക് പാടാൻ പറ്റില്ല, പാട്ടുകാരനും പാടാൻ പറ്റില്ല. അതൊരു വലിയ സത്യമാണ്. ഇതറിയാതെ പലരും അവരെ കൊണ്ട് പാടിക്കാൻ നോക്കുമെങ്കിൽ അത് മ്യൂസിക്കലായി പോകും. മ്യൂസിക്കലാകുമ്പോൾ കവിതയുടെ ഭംഗി പോവാണ്. കവിതയ്ക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആലപിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി ഒരു പാട്ടുകാരിയോ പാട്ടുകാരനോ പാടുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. അത് സംഗീതത്തിലേക്ക് കൂടുതൽ അവർ പ്രവേശിക്കും. അപ്പോൾ കവിതയുടെ ഒരു ഇത് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ കവിതാലാപനത്തിലേക്ക് അങ്ങനെ കടക്കാറില്ല. ഇപ്പോൾ കവിത എഴുതാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ കവിത ആലപിക്കാറില്ല ഞാൻ. മറ്റുള്ളവർ